നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. രണ്ടാം പിണറായി സർക്കാർ ആദ്യ സർക്കാരിന്റെ അത്ര പോരെന്ന് AK ബാലൻ. അന്ന് പ്രതിസന്ധികളെ നേരിട്ടതുപോലെ അതിജീവിച്ചതുപോലെ ഇപ്പൊ കഴിയുന്നില്ലല്ലോ. അന്നത്തേതിനേക്കാളും മോശമല്ല ഇന്നത്തെ സ്ഥിതി. ഈ രൂപത്തിലുള്ള ഒരു ചിന്താഗതി സ്വാഭാവികമായിട്ടാകാം. വ്യക്തിപൂജ പ്രവർത്തകരുടെ സ്വാഭാവിക വികാരം. CPM ലീഗ് അണികൾ തമ്മിൽ പഴയ എതിർപ്പില്ല. പിണറായി വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നും ബാലൻ. സർക്കാരിന്റെ കേന്ദ്രവിരുദ്ധ സമരത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കുമോ? തീരുമാനം വൈകുന്നേരത്തെ UDF യോഗത്തിൽ. തിരുവനന്തപുരത്ത് മോദി മത്സരിക്കുമെന്ന അഭ്യൂഹം തള്ളി BJP. ഊഹാപോഹം മാത്രമെന്ന് പ്രകാശ് ജാവ്ദേക്കർ. കേരളത്തിൽ ഇത്തവണ BJP ചരിത്രമെഴുതുമെന്നും ജാവ്ദേക്കർ. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ CPM. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് MV ഗോവിന്ദൻ. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് VD സതീശൻ. നിലവിലെ അന്വേഷണം സുതാര്യമെന്ന് പ്രകാശ് ജാവ്ദേക്കർ. MV ഗോവിന്ദനെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമെങ്കിൽ കേസ് കൊടുക്കൂ. മുഖ്യമന്ത്രിയുടെ മകൾ എന്നത് ഭരണഘടനയ്ക്ക് മുകളിലുള്ള പദവിയെന്ന് പരിഹാസം. മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റു. ഫ്രറ്റേണിറ്റി പ്രവർത്തകൻ ബിലാൽ, KSU പ്രവർത്തകൻ അമൽ ടോമി എന്നിവർ കസ്റ്റഡിയിൽ. വധശ്രമത്തിന് കേസെടുത്തു. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം ഇന്ന് ശ്രീകോവിലേക്ക് മാറ്റും. പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള കലശയാത്ര ക്ഷേത്ര പരിസരത്തെത്തി. പ്രതിഷ്ഠയ്ക്ക് മുൻപ് 4 ദിവസം ശ്രീകോവിലിൽ പ്രത്യേക പൂജ. പാർക്കിങ്ങിലെ ചൊല്ലിയുള്ള തർക്കത്തിൽ സഹോദരങ്ങൾക്ക് മർദ്ദനം. വാരിയെല്ല് പൊട്ടി. ഇരുവരും ആശുപത്രിയിൽ. പാറശാലയിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. വാർത്തകളിലേക്ക് വിശദമായി. രണ്ടാം പിണറായി സർക്കാർ ആദ്യ സർക്കാരിനൊപ്പം മെച്ചപ്പെടുന്നില്ല എന്ന വിമർശനമുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ആദ്യ സർക്കാരിന്റെ വേഗത്തിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ രണ്ടാം പിണറായി സർക്കാരിന് കഴിയുന്നില്ല. ആദ്യ സർക്കാർ പ്രതിസന്ധികളെ നേരിട്ടതുപോലെ പുതിയ സർക്കാരിന് കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നവരെ കുറ്റം പറയാനാവില്ല. കേന്ദ്ര നയങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും AK ബാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഒന്നാം പിണറായി ഗവൺമെൻറ്റുമായിട്ടാണ് ഈ താരതമ്യം ചെയ്യുക. താരതമ്യം ചെയ്യുക. അത് അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ അന്ന് പ്രതിസന്ധികളെ നേരിട്ടതുപോലെ അതിജീവിച്ചതുപോലെ ഇപ്പോൾ കഴിയുന്നില്ലല്ലോ. അന്നത്തേതിനേക്കാളും മോശമല്ല ഇന്നത്തെ സ്ഥിതി. ഈ രൂപത്തിലുള്ളൊരു ചിന്താഗതി സ്വാഭാവികമായിട്ടാകാം. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും തെറ്റായിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് പഴയ വേഗതയിൽ നടപ്പിലാക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. പ്രളയം, കോവിഡ് പോലെയുള്ള വലിയ സങ്കീർണ സാഹചര്യങ്ങളെ നേരിട്ടാണ് തുടർഭരണത്തിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും അതിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് ചെയ്ത പ്രധാനപ്പെട്ട മന്ത്രി എന്ന രീതിയിൽ താങ്കൾക്കും അവകാശപ്പെടാൻ ഏറെയുണ്ട്. അവിടെ നിന്ന് നമ്മൾ പുതിയ സർക്കാരിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് വിലയിരുത്തപ്പെടുമ്പോൾ അത്ര ഭേദമാണോ സാഹചര്യമെന്ന സംശയം എനിക്കുണ്ട്. അല്ല, നിങ്ങളെ സംശയം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒന്നാം പിണറായി ഗവൺമെൻറ്റുമായി നിങ്ങൾ താരതമ്യം ചെയ്യരുത്. അതായത് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലുള്ള 2 പ്രളയം, അതുപോലെ തന്നെ കോവിഡ്, നിപ്പ, ഇതിനെയൊക്കെ തന്നെ അതിജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും ശക്തവും ഫലപ്രദവുമായിട്ടുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അവിടെയാണ് കേരളത്തിലെ ജനത ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് കേരള ഗവൺമെൻറ് അതിജീവിച്ചത് എന്നുള്ള വിലയിരുത്തൽ നടത്തുന്നത്. ആ പ്രതിസന്ധി ഇപ്പം ഇല്ല. പക്ഷെ ആ പ്രതിസന്ധി ഇല്ലെങ്കിലും അതിനേക്കാളും വലിയൊരു പ്രതിസന്ധി ഇപ്പം വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ വിവാദങ്ങളിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധിക്കാൻ മന്ത്രിമാർ രംഗത്തിറങ്ങണമെന്നത് പാർട്ടി തീരുമാനമാണെന്നും AK ബാലൻ പറഞ്ഞു.
മുൻപ് ഒരവസരത്തിൽ അതുണ്ടാവുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പരസ്യമായി പറഞ്ഞത്. പാർട്ടി നേതാക്കളെക്കാൾ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാർ പ്രതികരിക്കുന്നത് വിശ്വാസ്യത വർദ്ധിപ്പിക്കും. രാഷ്ട്രീയ വിവാദങ്ങളിൽ മന്ത്രിമാർ പ്രതികരിക്കുന്നതിന് തടസ്സമില്ല എന്നും എ കെ ബാലൻ പറഞ്ഞു. അല്ല, ഒരു ഘട്ടത്തിൽ ഒരു മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു മന്ത്രിമാർ കൂടി പ്രതിരോധത്തിന് ഇറങ്ങണമെന്ന്. അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ജാഗ്രത കാട്ടി ഇറങ്ങേണ്ടതല്ലേ ശരിക്കും? അല്ല, അത് ഒന്ന് രണ്ട് സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ നിലയിൽ ഒരു പ്രതികരണം പോരാ എന്ന് തോന്നിയതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മന്ത്രിമാർ, അതായത് മന്ത്രിമാരാണ് എന്നുള്ളത് കൊണ്ട് അനങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല, പ്രതികരിക്കണമെന്നുള്ളത് തീരുമാനിച്ചതാണ്. ആ തീരുമാനമാണ് ആ മന്ത്രി പറഞ്ഞത്. അല്ലാതെ ഇടപെട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല. മന്ത്രിമാർക്കും ഇടപെടാം, മന്ത്രിമാരും ഇടപെടണം എന്നുള്ളൊരു പാർട്ടി തീരുമാനമാണത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഇടപെടാത്തത് കൊണ്ടല്ല പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രതികരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പോരാ, ഇനിയും കൂടുതൽ പ്രതികരിക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അത് പരിഗണിക്കാം. അല്ല, എൻ്റെ അഭിപ്രായമല്ല. താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. പാർട്ടി അങ്ങനെ വിലയിരുത്തിയിട്ടില്ലേ? പാർട്ടി വിലയിരുത്തിയത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പാർട്ടി നേതാക്കന്മാർ പ്രതികരിക്കുന്നതോടൊപ്പം തന്നെ മന്ത്രിമാരും പ്രതികരിക്കുന്നതിന് തടസ്സമില്ല. പാർട്ടി പറയുന്നതിനേക്കാളും പാർട്ടി നേതാക്കന്മാർ പറയുന്നതിനേക്കാളും കുറേ കൂടി വിശ്വാസ്യതയും അംഗീകാരവും കിട്ടുക മന്ത്രിമാർ പറയുമ്പോൾ സാധാരണ നിലയിൽ. കാരണം അതിനൊരു ഔപചാരികത്വമുണ്ട്. വ്യക്തിപൂജയെ ന്യായീകരിച്ച എ കെ ബാലൻ, ഇത് പാർട്ടി പ്രവർത്തകരിൽ നിന്നും സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. പ്രവർത്തകരുടെ പുകഴ്ത്തലിൽ നേതാക്കൾ വീണുപോവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എ കെ ബാലൻ പറഞ്ഞു. അല്ലാതെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഇപ്പം മുദ്രാവാക്യം വിളി എങ്ങനെയാണ്? ഇപ്പോൾ പിണറായിക്ക് അനുകൂലമായിട്ടുള്ളൊരു വികാരം ഉണ്ടാകുന്നു. അതാരെങ്കിലും ഒരു ബോധപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. വെച്ചാൽ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്വാധീനം ഒരു വ്യക്തിക്ക് ചെലുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുദ്രാവാക്യം വിളിയും ഉണ്ടാവും. സംസാരിക്കുന്ന സമയത്തുള്ള ചില നാമവിശേഷണങ്ങൾ പ്രയോഗങ്ങളും ഉണ്ടാവും. അത് സ്വാഭാവികമായി. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അത് മറ്റുള്ളവർക്ക് ഇല്ലാത്തതിൻ്റെ കാരണം പിണറായി അല്ലല്ലോ കുറ്റക്കാരൻ. ഒരു മനുഷ്യനോട് ആരാധന തോന്നുന്ന സമയത്ത് നാമവിശേഷണങ്ങൾ പറയും. അതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അതിന് വിധേയമാകുന്നയാൾ ഞാൻ പാർട്ടിക്ക് അതീതനാണെന്ന് ചിന്തിച്ചു പോയാലേ പ്രശ്നമുള്ളൂ. അത് പാർട്ടി സാധാരണ നിലയിൽ അതിനുള്ള അവസരം ഉണ്ടാക്കില്ല. ലീഗിനെ സംഘപരിവാറിന് ഇരയാക്കാൻ CPM അനുവദിക്കില്ല എന്ന് എ കെ ബാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. CPM ലീഗ് അണികൾക്കിടയിൽ പഴയ എതിർപ്പ് ഇപ്പോഴില്ല. ലീഗിനെ ശത്രുവായി കാണാൻ CPM തയ്യാറല്ല. പരാജയപ്പെടുന്ന UDF-നൊപ്പം എന്തിനു നിൽക്കണമെന്ന ചിന്ത ലീഗ് നേതൃത്വത്തിനുണ്ടെന്നും എ കെ ബാലൻ പറഞ്ഞു. ലീഗ് അണികളും CPM-ഉം CPIM അണികളും അല്ലെങ്കിൽ LDF-ഉം LDF അണികളും തമ്മിൽ പഴയ രൂപത്തിൽ ലീഗിനോട് വെറുപ്പില്ല. കാരണം എന്താ? ആ ലീഗിൽ അണിചേരുന്ന ഭൂരിപക്ഷവും മതന്യൂനപക്ഷങ്ങളാണ്. ആ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജീവനുള്ളിടത്തോളം കാലം കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ബ്ലാങ്കായി പണ്ട് ലീഗിനെ എതിർക്കുന്നത് പോലെ ഇപ്പം എതിർക്കുന്നത് ആ സമുദായത്തിന് തന്നെ അപകടകരമായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ലീഗിനെയോ ലീഗ് അണികളെയോ ഒറ്റപ്പെടുത്തി RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഇരകളാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് ഞങ്ങൾക്ക് കഴിയില്ല. അത് ഞങ്ങളുടെ വർഗ താല്പര്യമാണ്. ഞങ്ങളൊരു വർഗത്തിൻ്റെ പാർട്ടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെ എ കെ ബാലൻ. മത്സരിക്കില്ല എന്ന് ഇപ്പോൾ പറയാനാവില്ല. അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. പിണറായി മാറി നിന്നാൽ കൂട്ടായ നേതൃത്വം പാർട്ടിയെ നയിക്കുമെന്നും എ കെ ബാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. അല്ല, രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഖാവ് പിണറായിക്ക് എക്സംഷൻ കൊടുത്തതാണ് അദ്ദേഹം വീണ്ടും മത്സരിക്കാനും മുഖ്യമന്ത്രിയാകുന്നതിനും കാരണം. അപ്പം അതുകൊണ്ട് മത്സരിക്കില്ല എന്നൊന്നും ഇപ്പോൾ ആയിരിക്കും പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിനെ സംബന്ധിച്ച് അത് പാർട്ടിക്ക് അനിവാര്യമായിരുന്നു എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അത് ആ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് പിണറായി ഇനി മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സാഹചര്യത്തിൽ പാർട്ടി തീരുമാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത തള്ളി എ കെ ബാലൻ. തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കാൻ ഇനി തനിക്ക് ആഗ്രഹമില്ല. മത്സരിക്കാൻ പാർട്ടി നിർബന്ധിക്കില്ല. കെ ശൈലജയെ ലോക്സഭയിൽ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് പാർട്ടി ആലോചിച്ചിട്ടില്ലെന്നും എ കെ ബാലൻ വ്യക്തമാക്കി.
ഈ ലോക്സഭയിൽ താങ്കളെ ഒരു സ്ഥാനാർത്ഥിയായി കാണാൻ? ആ ചോദ്യത്തിന് ഞാൻ യഥാർത്ഥത്തിൽ പറയേണ്ട ഉത്തരം നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ സമീപനം എന്താണെന്ന് എൻ്റെ പാർട്ടിക്ക് അറിയാം. വ്യക്തിപരമായി ഒരു താല്പര്യമില്ലാത്തതാണ് പാർലമെൻ്ററി സ്ഥാനങ്ങളിലേക്കുള്ള ഇനിയുള്ള എൻ്റെ പ്രവേശനം. പക്ഷെ പാർട്ടി നിർബന്ധിച്ചാൽ അല്ല, അങ്ങനെ നിർബന്ധിക്കില്ല. എന്നെ അറിയാവുന്ന ആരും എന്നെ നിർബന്ധിക്കില്ല. അപ്പം ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഇല്ല? അല്ല, അതിനെ പറ്റിയിട്ടൊന്നും ഞാനിപ്പം പറയുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അതാണല്ലോ പറഞ്ഞത്. താങ്കളുടെ ഒരു സാന്നിധ്യം കാരണം അതായത് പുതിയ തലമുറക്ക് ഞങ്ങൾ തന്നെ ലോകാവസാനം വരെ ഓരോരോ സ്ഥാനത്തിരിക്കണം എന്നല്ലല്ലോ വേണ്ടത്. അപ്പോൾ സ്വരം നന്നാകുമ്പോൾ പാട്ടങ്ങ് നിർത്തുക. അക്കാര്യത്തിൽ ഒരു മോശമില്ലാത്ത ഒരു സ്വരമായിരുന്നു എൻ്റേത്. സംഘടനാ രംഗത്തായാലും പാർട്ടി രംഗത്തായാലും അതിനാവശ്യമായിട്ടുള്ള റെക്കഗ്നീഷൻ പാർട്ടി തന്നിട്ടുമുണ്ട്. ഇതിനേക്കാൾ അപ്പുറം ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് മാത്രമല്ല, അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരിക്കലും ഒരു ചിന്ത ഉണ്ടാവുകയും. മലബാറിലെ പ്രത്യേകിച്ച് കണ്ണൂരോ വടകരയോ അങ്ങനെയുള്ള ഏതെങ്കിലും സീറ്റിൽ കെ ശൈലജ ടീച്ചർ മത്സരിക്കും എന്നൊക്കെ ചില അഭ്യൂഹങ്ങൾ. ചോദ്യത്തിനൊന്നും ഇപ്പോൾ ഉത്തരം പറയാൻ ഞാൻ ശക്തനല്ല. കാരണം അങ്ങനെയുള്ള ഒരു ആലോചന ഉണ്ടായിട്ടേ ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ ന്യായീകരിച്ചും എ കെ ബാലൻ. പോലീസിന്റെ കാര്യങ്ങളിൽ പി ശശി ഇടപെടാറില്ല. പ്രതിപക്ഷം നടത്തുന്നത് കള്ളപ്രചാരണമാണ്. പോലീസിന് വീഴ്ച പറ്റുന്നുവെന്ന വിമർശനമുണ്ട്. പോലീസുകാർ ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കാനാവില്ല. വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും എ കെ ബാലൻ പറഞ്ഞു. ഇതിലൊരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടിട്ടാണോ നിർദ്ദേശം കൊടുക്കുന്നത്? പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ താഴോട്ടേക്ക് നിർദ്ദേശം കൊടുക്കുക? അല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി അങ്ങനെയൊന്നും ഇടപെടാറില്ല. ഒരിടപെടലും ശശി നടത്താറില്ല. നടത്താറില്ല. പിന്നെ കള്ളപ്രചരണം നടത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ആർക്കുമില്ലല്ലോ. ശശി വിളിച്ച് പറയുകയാണോ SIയോട് നിങ്ങൾ ഇന്നത് ചെയ്യണം, ലാത്തി ചാർജ് ചെയ്യണം, അല്ല അറസ്റ്റ് ചെയ്യണം? അങ്ങനെയാണോ പോലീസിൻ്റെ സംവിധാനം? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ആക്സസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു സംശയവും വേണ്ട. അങ്ങനെയുള്ള പോലീസുകാരുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടിയും എടുക്കും. അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കും. പോലീസുകാർ പറയുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എക്സസ് ഉണ്ടാവും. ആ എക്സസ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും. കേന്ദ്രവിരുദ്ധ സമരത്തിന് സർക്കാർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരം നടത്തും. പ്രതിപക്ഷത്തെയും സമരത്തിന് ക്ഷണിച്ചെങ്കിലും പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല. തീരുമാനമെടുക്കാൻ UDF വൈകിട്ട് യോഗം ചേരും. കേന്ദ്ര നയങ്ങൾക്ക് എതിരായ സമരത്തിൽ പ്രതിപക്ഷത്തെയും ക്ഷണിച്ചുള്ള പുതിയ രാഷ്ട്രീയ നീക്കമാണ് CPM ലക്ഷ്യമിടുന്നത്. കേന്ദ്രത്തിനെതിരെ DYFI മനുഷ്യചങ്ങല പ്രഖ്യാപിച്ച് രംഗത്തുണ്ട്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഉറ്റുനോക്കുന്നത് എന്ത് നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതിനു മുൻപ് ഈ സമാനമായിട്ടുള്ള വിഷയങ്ങൾ കടന്നപ്പോൾ പ്രതിപക്ഷം സഹകരിച്ചും മറിച്ചുമുള്ള തീരുമാനങ്ങൾ എടുത്ത ചരിത്രമുള്ളതുകൊണ്ട് തന്നെ എന്ത് നിലപാടിലേക്ക്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടിലേക്ക് പ്രതിപക്ഷം കടക്കുമെന്നുള്ളത് വലിയ ചോദ്യമായി മാറുന്നു. എന്ത് സൂചനകളാണ് UDF ക്യാമ്പിൽ നിന്ന് ലഭ്യമാകുന്നത്? അപർണ, UDFിനുള്ളിൽ തന്നെ ഏത് തരത്തിലുള്ള ഒരു തീരുമാനമാണ്, ഏത് തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ കേന്ദ്രവിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചൊരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് UDF നേതൃയോഗം വൈകിട്ട് ഓൺലൈനായി ചേരുന്നത്. ആ യോഗത്തിൽ ഭൂരിപക്ഷ നിലപാട് അനുസരിച്ച് അന്തിമമായൊരു തീരുമാനം കൈക്കൊള്ളാമെന്ന ഒരു നിലപാടിലാണ് നേതൃത്വമുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെയും സമാനമായ സാഹചര്യങ്ങൾ ഏക സിവിൽ കോഡ് വിഷയത്തിൽ അടക്കം വന്നപ്പോൾ കോൺഗ്രസിന്റെ ഉയർത്തിപ്പിടിച്ച നിലപാട് തനിയെ പോരാടിയാൽ മതി, ഒരിക്കൽ ഒരുമിച്ച് സമരം ചെയ്ത് കൈപൊള്ളിയതാണ്, ഇനി അങ്ങനെ ഒരു നിലപാടിന് ഇല്ല എന്നാണ് MM ഹസൻ അന്ന് യോഗങ്ങളിൽ എടുത്തിരുന്ന തീരുമാനം. സമാനമായ അഭിപ്രായത്തിന് തന്നെയാണ് മുൻതൂക്കം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ BJPക്കെതിരായി ഡൽഹിയിൽ നടക്കുന്ന, ജന്തർ മന്ദിറിൽ നടക്കുന്ന ഒരു സമരത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അത് തെറ്റായ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുമോ എന്നൊരു ആശയക്കുഴപ്പം UDFിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം വിലയിരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനം UDF നേതൃത്വം കൈക്കൊള്ളുക. അവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തനിയെ സമരം ചെയ്താൽ മതി എന്നൊരു നിലപാടിന് മുൻതൂക്കം കിട്ടാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപർണ, ഡാൻ, ഇതിനകത്ത് കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ളൊരു
ചർച്ചയ്ക്കുള്ള ഒരു സാധ്യതയുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിനുള്ളിൽ തന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് കടക്കാനാണോ സാധ്യത? സ്വാഭാവികമായി UDF എപ്പോഴും മുമ്പോട്ട് വെക്കുന്ന ഒരു നിലപാട് സംസ്ഥാനത്ത് തങ്ങളുടെ അതായത് രാഷ്ട്രീയമായി തങ്ങൾക്ക് ആദ്യം നേരിടാനുള്ളത് LDF-നെ തന്നെയാണ്. പക്ഷേ കേന്ദ്രത്തിൽ BJP ആണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ്. അതുകൊണ്ട് സംസ്ഥാനത്ത് LDF-ഉമായാണ് UDF നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ LDF-ഉമായി യോജിച്ചുകൊണ്ടൊരു സമരത്തിന് പോയാൽ അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെക്കും എന്ന നിലപാടിലാണ് ഭൂരിപക്ഷം നേതാക്കളും. അതുകൊണ്ട് അത്തരമൊരു നിലപാടിന് തന്നെ മുൻതൂക്കം കിട്ടാനാണ് സാധ്യത. പക്ഷേ കേന്ദ്ര തലത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ BJP-ക്കെതിരെ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന എല്ലാവരുമായി ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണമെന്നൊരു നിലപാട് അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനടക്കമുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ദേശീയ നേതൃത്വം അത്തരമൊരു തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വഴിയില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അനുസരിച്ച് അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുത്താൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വവും എത്താൻ തന്നെയാണ് സാധ്യത. എന്തായാലും ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം തനിയെ സമരം ചെയ്താൽ മതി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും തനിച്ച് സമരം ചെയ്യണമെന്ന നിലപാടാണ് UDF-ലെ ബഹുഭൂരിപക്ഷ നേതാക്കൾക്കും. അതിന് തന്നെയായിരിക്കും UDF നേതൃയോഗത്തിൽ പ്രാമുഖ്യം ലഭിക്കാനും സാധ്യത. മറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി UDF യോഗത്തിൽ ചർച്ചയാകാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റൈറ്റ് ഡാൻ കുര്യൻ, UDF നേതൃയോഗത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനമെടുക്കുമെന്ന് വൈകിട്ട് അറിയാൻ കഴിയും. പ്രതിപക്ഷം ഈ സമരത്തിനൊപ്പം അണിചേരുമോ എന്നുള്ളത് VV അരുണും നമുക്കൊപ്പം ചേരുന്നു. അരുൺ, പ്രതിപക്ഷം ഒപ്പം നിന്നാലും ഇല്ലെങ്കിലും CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തീരുമാനം കൊണ്ട് രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം തന്നെയല്ലേ ഉള്ളത്? കാരണം പ്രതിപക്ഷത്തെ ഈ വിഷയത്തിനകത്ത് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിരമായി ആവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അവഗണന എന്നുള്ളൊരു വിഷയമായതുകൊണ്ട് അതിനകത്തേക്ക് ഇതാ ഒരു തുറന്ന സമരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് പറയുന്ന കാര്യങ്ങൾ, ആരോപിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ആവർത്തിക്കാനുള്ള ഒരു അവസരം കൂടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാവുകയാണ്. അതാണോ അതിന്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയം? തീർച്ചയായും പ്രതിപക്ഷത്തിനെ ഒരു കുരുക്ക് തീർക്കുകയായിരുന്നു ഈ വിഷയത്തിൽ സർക്കാർ. പ്രതിപക്ഷത്തിനെ കേന്ദ്ര വിരുദ്ധ സമരത്തിന് പ്രതിഷേധിക്കുമ്പോൾ പങ്കെടുത്താൽ അത് സ്വാഭാവികമായും സർക്കാരിനൊപ്പം സമരം നടത്തുന്നു. അത് ആ രീതിയിൽ അവർ ഗുണം ചെയ്യില്ല. ഞാൻ സൂചിപ്പിച്ച പോലെ അതിൽ എന്ത് ഗുണമുണ്ടാകുമെന്ന ചോദ്യം പ്രതിപക്ഷ സഖ്യത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളിൽ തന്നെ വരും. അപ്പുറത്തേക്ക് പങ്കെടുത്തില്ലെങ്കിൽ സർക്കാർ അത് വലിയൊരു രാഷ്ട്രീയ പ്രചരണ വിഷയമായി മാറ്റും. നേരത്തെയും കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളിൽ സംസ്ഥാന സർക്കാർ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഇടതുമുന്നണി കൺവീനറും CPM സംസ്ഥാന സെക്രട്ടറി ഒക്കെ പറയുന്നത് പോലെ ഈ സംസ്ഥാനത്ത് ഈ ഇടതുപക്ഷം ഉയർന്ന വിഷയങ്ങൾ കേന്ദ്രത്തിന്റെ സംസ്ഥാന വിരുദ്ധ സമീപനം എന്ന വിഷയം അത് CPM-നെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, അല്ലെങ്കിൽ CPM-ന്റെ ഘടകകക്ഷിയെ മാത്രം ബാധിക്കുന്ന, സംസ്ഥാനത്തെ ആകെ ബാധിക്കുന്ന, സംസ്ഥാനത്തെ മൊത്തത്തിൽ പ്രതിരോധത്തിലാക്കുന്ന നീക്കമാണ് കേന്ദ്രം നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ അത്തരമൊരു സമരത്തിന് എന്തുകൊണ്ട് കോൺഗ്രസ് UDF കൂടെ നിൽക്കുമെന്ന ചോദ്യം ഒരു രാഷ്ട്രീയ വിമർശനമായി തന്നെ ഉയർന്നു വരും, രാഷ്ട്രീയ പ്രചരണ വിഷയമായി തന്നെ മാറും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രതിപക്ഷം പങ്കെടുക്കില്ല എന്ന ധാരണ നേരത്തെ തന്നെ CPM നേതൃത്വത്തിനും ഇടതുമുന്നണി നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ക്ഷണിക്കാനുള്ള കാരണം ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ പൊതുവിഷയങ്ങളിൽ പോലും ഒന്നിച്ചു നിൽക്കാൻ BJP-ക്കെതിരെ സമരം ചെയ്യാൻ കോൺഗ്രസ് UDF തയ്യാറാകുന്നില്ല എന്നൊരു രാഷ്ട്രീയ പ്രചരണ ആയുധത്തിന് വേണ്ടിയുള്ള നീക്കമാണ് ഇടതുമുന്നണി നടത്തിയത്. സ്വാഭാവികമായി അവർ അത് ആ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യും. VV അരുൺ ഒപ്പം ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നത് ഊഹാപോഹം മാത്രമെന്ന് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ചരിത്രമെഴുതും. അടുത്ത 100 ദിവസത്തിനകം BJP നേതാക്കൾ കേരളത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണും. കേരളത്തിൽ മികച്ച വിജയം നേടുമെന്നും കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് കൂടിയായ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. മറ്റു വാർത്തയിലേക്ക്, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തെ പ്രതിരോധിക്കാൻ CPM. ED-യും CBI-യും അന്വേഷണത്തിന് വരുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ CPM ഭയക്കുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. കായംകുളം MSM കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു ഗവർണറെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്.
സിനിമ സ്റ്റൈലുള്ള തൃശൂരിൽ വിലക്ക് ലംഘിച്ച് TN പ്രതാപനായി വീണ്ടും ചുവരെഴുത്ത്. എളവള്ളിയിലാണ് ചുവരെഴുത്ത് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വെങ്കിടങ്ങ് സെന്ററിൽ എഴുതിയ ചുവരെഴുത്ത് TN പ്രതാപൻ ഇടപെട്ട് തന്നെ മായ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുതരുതെന്ന് നേതൃത്വം നിർദ്ദേശവും നൽകിയിരുന്നു. ഈ നിർദ്ദേശം ലംഘിച്ചാണ് എളവള്ളിയിൽ TN പ്രതാപന് വേണ്ടി വീണ്ടും ചുവരെഴുത്ത് ഉണ്ടായത്. കോട്ടയം കിടങ്ങൂരിൽ വൈദ്യുതി ടവറിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. ഈരാറ്റുപേട്ട അമ്പാറ സ്വദേശി പ്രദീപാണ് ടവറിന് മുകളിൽ കയറി ഭീഷണി മുഴക്കിയത്. ജീവിക്കാൻ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആത്മഹത്യാ ഭീഷണി. ഇയാൾ നേരത്തെയും സമാനമായ രീതിയിൽ ടവറിന് മുകളിൽ കയറിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കുട്ടികൾ ചൈൽഡ് ലൈനിലാണ്. കുട്ടികൾ ചൈൽഡ് ലൈനിലാണ്. കോട്ടയം കിടങ്ങൂരിലാണ് സംഭവം. വൈദ്യുതി ടവറിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. ഈരാറ്റുപേട്ട അമ്പാറ സ്വദേശി പ്രദീപാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ടവറിന് മുകളിൽ കയറിയുള്ള ആത്മഹത്യാ ഭീഷണി. തനിക്ക് ജീവിക്കാൻ സഹായം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയായിരുന്നു അയാൾ ടവറിന് മുകളിൽ കയറിയത്. പല തവണയും നേരത്തെയും ടവറിന് മുകളിൽ കയറിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, അയാൾ ഇപ്പോഴും ടവറിന് മുകളിൽ തന്നെ ആണോ? പോലീസ് എന്താണ് പറയുന്നത്? ഇത് പരിഹരിച്ച് താഴെ ഇറക്കാനുള്ള രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ഈ വിവരം അയാളെ താഴെ ഇറക്കി എന്നുള്ളതാണ്. പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും KCB ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് നടത്തിയ അനുനയ ശ്രമത്തിലൊടുവിലാണ് ഇയാൾ താഴേക്ക് ഇറങ്ങാൻ തയ്യാറായത്. അയാളെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉള്ളതായുള്ള സംശയമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. കാരണം നേരത്തെയും സമാനമായ രീതിയിൽ ഇയാൾ ഒരു മൊബൈൽ ടവറിന്റെ മുകളിൽ കയറിയിരുന്നു. ഇതിപ്പോൾ KSEBയുടെ കൂടംകുളം വൈദ്യുതി ലൈനാണ്. ഈ ലൈനിന് മുകളിലേക്കാണ് ഇയാൾ കയറിയത്. ഇയാൾ വിവിധ കാരണങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, തന്റെ മക്കൾ ചൈൽഡ് ലൈനിലാണ് എന്ന് പറയുന്നു. അയാളുടെ ആധാർ കാർഡ് മോഷണം പോയി എന്ന് പറയുന്നു. മറ്റൊരു കാരണം രസകരമാണ്, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വിളിച്ചില്ല എന്നതടക്കമുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ വിവിധ കാരണങ്ങൾ അയാൾ പറയുന്നതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു ആത്മഹത്യാ ഭീഷണി അല്ല എന്നാണ് പോലീസ് എന്തായാലും വിലയിരുത്തുന്നത്. എന്തായാലും ഇയാളെ അനുനയിപ്പിച്ച് ഇപ്പോൾ താഴെ ഇറക്കിയിട്ടുണ്ട്. റൈറ്റ്, കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് വിവരങ്ങൾ നൽകി. മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാൻ കുത്തേറ്റ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്തു. ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ ബിലാൽ, KSU പ്രവർത്തകൻ അമൽ ടോമി എന്നിവർ കസ്റ്റഡിയിലാണ്. ഫ്രട്ടേണിറ്റി പ്രവർത്തകനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബഹളം വെച്ചെന്ന പരാതിയിൽ ഡോക്ടറുടെ പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. അതേസമയം 14 പേരുടെ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് കോളേജ് യൂണിയൻ ചെയർമാൻ തമീം റഹ്മാൻ പറഞ്ഞു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഏതെല്ലാം കേസുകളാണ് എടുത്തിരിക്കുന്നത്? 2 പേരാണോ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്? അപർണ, ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ഈ സംഘർഷത്തെ തുടർന്ന് മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്.
ഉടൻ തന്നെ SFI വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ, SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോളേജിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു. SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവർ കോളേജിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇവരുടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാന്റെ നില ഇപ്പോൾ ഗുരുതരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ്. ഒരു സർജറി ആവശ്യമുണ്ട്. ആ സർജറി കഴിഞ്ഞ ശേഷം ഇപ്പോൾ ആശുപത്രിയിലാണ് നാസർ. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു സഹപ്രവർത്തകയ്ക്കും അടിയേറ്റിരുന്നു. അവരുടെയും നില ഇപ്പോൾ ഭേദപ്പെട്ടു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഫ്രട്ടേണിറ്റി പ്രവർത്തകനായ ബിലാലും KSU പ്രവർത്തകനായ അമൽ ടോമി എന്നിവരെയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവർ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ തന്നെ ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് ഈ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടാൽ അറിയാവുന്ന 12 പേർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവമായി നാസറിനെ മർദ്ദനമേറ്റ് കുത്തേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആദ്യം ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ജനറൽ ആശുപത്രിയിൽ എത്തിയ സമയത്ത് തന്നെ അവിടെയും ഈ SFI ഫ്രട്ടേണിറ്റി KSU പ്രവർത്തകർ എത്തുകയും അവർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനിടയിൽ ഡോക്ടറിന്റെ മുറിയിലേക്ക് ഇവർ ഇടിച്ചു കയറുകയും ഡോക്ടറുടെ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് ഡോക്ടറിന്റെ പരാതിയെ തുടർന്നും അവർക്കെതിരെ, ചില കുട്ടികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. നാസറിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. നാസറിന്റെ മൊഴി രേഖപ്പെടുത്തിയാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ SFI KSU ഫ്രട്ടേണിറ്റി സംഘടനകളുമായി ഇവിടെ കുറച്ച് നാളുകളായി തന്നെ മഹാരാജാസ് കോളേജിലൊരു സംഘർഷം നിലനിന്നിരുന്നു. കാരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ, തിരഞ്ഞെടുപ്പിന് ശേഷം തന്നെ SFI പ്രവർത്തകർക്ക് നേരെ ഒരു വേട്ടയാടുന്നു എന്നൊരു ആരോപണം SFI വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നു. ഈ ഫ്രട്ടേണിറ്റിയും KSUവും തങ്ങളെ ഉന്നം വെക്കുന്നു, യാതൊരു പ്രകോപനവുമില്ലാതെ തങ്ങൾക്ക് നേരെ പ്രതിഷേധം നടത്തുന്ന ഒരു രീതിയിലേക്ക് മാറി എന്നൊരു ആരോപണം കൂടി SFI ഉന്നയിക്കുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ളൊരു വേട്ടയാടലുകൾ അനുവദിക്കുകയില്ല. ഇതിൽ കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണമെന്നാണ് SFI ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ 3rd ഇയർ BA അറബിക് വിദ്യാർത്ഥിയായ മുഹമ്മദ് റാഷിദ്, അതൊരു ഫ്രട്ടേണിറ്റി പ്രവർത്തകനാണ്, വകുപ്പ് അധ്യാപകനായ നിസാമുദ്ദീനെ മർദ്ദിച്ചിരുന്നു. ഇതും ചില കോളേജിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അധ്യാപകനെ മർദ്ദിച്ചത്. ഇത്തരത്തിൽ ഈ ബിലാൽ സസ്പെൻഷനിലായിരുന്നു. ഈ സസ്പെൻഷനിലായ വിദ്യാർത്ഥിയാണ് ഇന്നലെ വന്ന് ആക്രമണം നടത്തിയ സംഘത്തിലും ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് സസ്പെൻഷനിൽ ഉണ്ടായ ഒരു വിദ്യാർത്ഥി കോളേജിലേക്ക് വരുന്നത് എന്നൊരു ചോദ്യം കൂടിയാണ് SFI ഉന്നയിക്കുന്നത്. 6 കോളേജ് വിദ്യാർത്ഥികൾ 6 പേരും മറ്റുള്ളവർ, ഈ SFI വിദ്യാർത്ഥി നാസറിന്റെ മൊഴി അനുസരിച്ച് 12 പേരാണ് ആക്രമണ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 6 പേർ കോളേജിൽ തന്നെ വിദ്യാർത്ഥികളാണ്, മറ്റുള്ളവർ പുറത്തു നിന്നുള്ള ആളുകളാണ്. അത്തരത്തിൽ ഗുണ്ടകളെ കൊണ്ടുവന്നാണ് തങ്ങളെ ആക്രമിച്ചതെന്നൊരു ആരോപണം കൂടി SFI ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ കോളേജിനുള്ളിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള ഒരു യോഗം ചേരുകയാണ്. അതിനുശേഷം പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SFI വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് മഹാരാജാസ് കോളേജിൽ. നവമി ദിനേശ് വിവരങ്ങൾ നൽകിയത്. പരിശീലനം കഴിഞ്ഞിട്ടുള്ള ഒരു 12:00 നാടകത്തിന്റെ പരിശീലനം കഴിഞ്ഞ് നാസർ, അതുപോലെ തന്നെ അശ്വതി എന്ന് പറയുന്ന കുട്ടികൾ താഴേക്ക് ഇറങ്ങി. സ്ലക്കം 4-ലാണ് ഈ പരിശീലനം. താഴേക്ക് ഇറങ്ങി ഉടനെ തന്നെ ഒരു 14 അംഗ സംഘം സഖാവിനെയും 4 പേരെയും വളയാണ്. അവിടെ കയ്യിൽ വടിവാള്, അതുപോലെ തന്നെ ഈ ബിയർ കുപ്പികള്, കല്ല്, മരക്കഷ്ണം ഇതൊക്കെ കൊണ്ടാണ് വളയുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ എല്ലാവരും ചെതറി ഓടുകയാണ്. നാസർ ഓടുമ്പോൾ നാസറിനെ മുണ്ട് പിടിച്ച് വലിച്ച് നിലത്തിട്ടിട്ടാണ് ഇവർ ഈ ക്രൂരത ചെയ്യുന്നത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയിട്ടുള്ള വിഷയമല്ല. നിരന്തരമായിട്ട് ക്യാമ്പസിലെ യൂണിയൻ പരിപാടികൾക്കിടയിൽ, SFIയുടെ സംഘടനാ പരിപാടികൾക്കിടയിൽ ബോധപൂർവ്വം അലമ്പാക്കുന്ന, യൂണിയൻ പരിപാടികളൊക്കെ റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ബിലാല് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI ക്യാമ്പസിലെത്തി പ്രതികളെ തെരഞ്ഞു പിടിച്ച് 2 പ്രതികളെ കണ്ടെത്തി. ഒന്നാമത്തെ ആൾ അമൽ ടോമി എന്ന് പറയുന്ന ഒരാളാണ്. ഈ അമൽ ടോമി KSUവിന്റെ എറണാകുളം അസംബ്ലി സെക്രട്ടറിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് PG റെപ്പായിട്ട് യൂണിയനിലേക്ക് മത്സരിച്ച ഒരാളാണ്. ബിലാലും ഫ്രട്ടേണിറ്റിയുടെ സജീവ പ്രവർത്തകനാണ്. ഫ്രട്ടേണിറ്റി തെരഞ്ഞെടുപ്പുകൾ, യൂണിയൻ തെരഞ്ഞെടുപ്പിൽ UUC ആയി അടക്കം മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. ഇവർ 2 പേരെയാണ് പിടിച്ചിട്ടുള്ളത്. KSU ഫ്രട്ടേണിറ്റി സഖ്യം ചേർന്നുകൊണ്ട് യൂണിയൻ പരിപാടികളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തിരുവനന്തപുരം പാറശാലയിൽ പാർക്കിങ്ങിനെ ചൊല്ലി തർക്കത്തിൽ സഹോദരങ്ങൾക്ക് മർദ്ദനം.
കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. സിനു, സിജു സഹോദരന്മാർക്കാണ് പരിക്കേറ്റത്. വാരിയെല്ല് പൊട്ടിയ സിജുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിനുവും ചികിത്സയിലാണ്. പാറശാല ഗാന്ധി പാർക്കിന് സമീപത്തെ അയൂബ് ഖാന്റെ കടയുടെ മുന്നിൽ വാഹനം പാർക്ക് ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. കട ഉടമയും മകനും ഉൾപ്പെടെ 3 പേർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, എന്തെല്ലാം വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? അവർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. സഹോദരങ്ങളായ സിഞ്ചുവും സിനുവും സാധനം വാങ്ങാനെത്ത് എത്തിയതായിരുന്നു ഗാന്ധി പാർക്കിന് സമീപത്തുള്ള അയൂബ് ഖാന്റെ കടയുടെ അടുത്ത്. തുടർന്ന് തുണിക്കട നടത്തുകയായിരുന്ന അയൂബ് ഖാന്റെ കടയുടെ മുന്നിൽ വാഹനം നിർത്തിയ ശേഷം സഹോദരങ്ങൾ ഇറങ്ങിയപ്പോഴായിരുന്നു തർക്കവും ഉന്നയിച്ച് അയൂബ് ഖാൻ രംഗത്തെത്തുന്നത്. തുടർന്ന് വാക്കേറ്റമുണ്ടാകുന്നു. വാഹനം പാർക്ക് ചെയ്തതിനെത്തിലുള്ള സംഘർഷമുണ്ടാകുന്നു, വാക്കേറ്റമുണ്ടാകുന്നു. ഇത് കയ്യാങ്കളിയിലേക്ക് എത്തുന്നു. വിവരമറിഞ്ഞെത്തിയ അയൂബ് ഖാന്റെ മകൻ അലിയും സുഹൃത്തും ചേർന്ന് ഈ സഹോദരങ്ങളെ മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു ഉണ്ടായെന്ന് നാട്ടുകാർ പറയുന്നു. മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കേറ്റു ഇരുവർക്കും. തുടർന്ന് സിജുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിന് നട്ടലിന് കാര്യമായ ക്ഷതം ഏറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനുവും ഇപ്പോൾ ചികിത്സയിലാണ്. സിനു ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ്. ഇവരെയാണ് മർദ്ദിച്ചത്. എന്തായാലും പാറശാല പോലീസ് 3 പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയൂബ് ഖാനെയും മകൻ അലിയെയും മറ്റൊരു സുഹൃത്തിനെയും. ഇനിയും CCTV പരിശോധിച്ച് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സംഘം ചേർന്ന് മർദ്ദിച്ചതിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും രൂക്ഷമായി ഇരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് പാർക്കിംഗ് പ്രശ്നം പാറശാലയിൽ പ്രദേശത്ത്. ഇതിന്റെ ഒരു തുടർച്ച കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. എന്തായാലും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപർണ. റൈറ്റ്, അരുൺ മോഹൻ വിവരങ്ങൾ നൽകിയത്. തന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചികിത്സാ രേഖകളും CCTV ദൃശ്യങ്ങളും പരിശോധിക്കാം. തന്റേത് വ്യാജരേഖയെങ്കിൽ കേസ് കൊടുക്കാൻ MV ഗോവിന്ദനെ വെല്ലുവിളിക്കുന്നതായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അദ്ദേഹം നിശ്ചയിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് ഞാനും അദ്ദേഹവും ഒരുമിച്ച് ഞാൻ ചികിത്സയിലുണ്ടായിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ചികിത്സാ രേഖകൾ അദ്ദേഹത്തിന് നേരിട്ട് പരിശോധിക്കാം. ഡിസ്ചാർജ് സമ്മറി മാത്രമാക്കണ്ട. ഞാൻ സ്വീകരിച്ചിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്, ഞാൻ എത്ര ദിവസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു, ഇനി ഞാൻ അവിടെ കിടന്നിട്ട് തന്നെയുണ്ടോ, അതിനകത്ത് സംശയമുണ്ടെങ്കിൽ CCTV ഫൂട്ടേജ് അടക്കം ശ്രീ MV ഗോവിന്ദന് കൊടുക്കുവാൻ ഞാൻ കൂടി ആ ആശുപത്രി അധികൃതരോട് റിക്വസ്റ്റ് ചെയ്യാം. നിരുത്തരവാദിത്തപരമായ പ്രസ്താവന പറയുന്ന ഗോവിന്ദൻ ആ പ്രസ്താവനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിച്ച് ഒരുമിച്ച് അദ്ദേഹം നിശ്ചയിക്കുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് പോയി, നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ കൂടി സാന്നിധ്യത്തിൽ പോയി നമുക്ക് പരിശോധിക്കാം. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ പ്രതികരണവുമായും രാഹുൽ മാങ്കൂട്ടത്തിൽ. വിജയനും ശശിയും നേരിട്ട് അന്വേഷിക്കട്ടെ, അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസി വരെ അന്വേഷിക്കട്ടെ, സംഘടനയ്ക്കുള്ളിൽ വന്ന പരാതികൾ പരിഹരിക്കപ്പെട്ടെന്നും രാഹുൽ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം പ്രാൺ പ്രതിഷ്ഠയുടെ വിശേഷങ്ങളുമായി അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. ഇടവേള. സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ്. രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക്. രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങളും. അയോധ്യ മുഴുവൻ ഭക്തിസാന്ദ്രമാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. ഫർണിച്ചറിന്റെ ഷൈൻ വർക്കാണ്.
കണ്ണൂർ കരിവഞ്ചാൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിന്നിൽ മറ്റൊരു ബസ് ഇടിച്ച അപകടം. കരുണാപുരം പള്ളിക്ക് മുന്നിലായിരുന്നു അപകടം. 8 യാത്രക്കാർക്ക് പരിക്കേറ്റു. നിർത്തിയിട്ടിരുന്ന ബസ്സിൽ കയറാൻ റോഡ് മുറിച്ചെത്തിയ 2 സ്ത്രീകൾക്കും ഗുരുതരമായ പരിക്കേറ്റു. ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ശ്രീനി ആലക്കോട് ചേരുന്നു. ശ്രീനി, പരിക്കേറ്റവരുടെ നില ഏത് രീതിയിലായിരുന്നു? എപ്പോഴായിരുന്നു സംഭവം? അപർണ, ഇന്ന് രാവിലെ 9:45 കൂടിയാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. കരുണാപുരം സെന്റ് ജൂഡ് ദേവാലയത്തിൽ ഇന്ന് പ്രത്യേക ഒരു ദിവസമാണ്. വ്യാഴാഴ്ച അവിടെ കൂടുതൽ വിശ്വാസികൾ എത്തുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ കുർബാനയ്ക്ക് ഒരു വിശ്വാസികൾ പള്ളിയിൽ തമ്പടിച്ചിരുന്നു. കുർബാന കഴിഞ്ഞതിന് ശേഷം വിശ്വാസികൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്താണ് ഈ അപകടം നടന്നിട്ടുള്ളത്. വിശ്വാസികളെ കയറ്റുന്നതിന് വേണ്ടി ഒരു ബസ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പള്ളിയുടെ മുന്നിൽ തന്നെയാണ്. ആ ബസ്സിന് പിറകിലാണ് മറ്റൊരു ബസ് വന്ന് ഇടിച്ചത്. ഇതൊരു ഇറക്കമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ വേഗതയിൽ തന്നെയാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നിർത്തിയിട്ട ബസ്സിന് പിറകിൽ പെട്ടെന്ന് ഈ ബസ് വന്ന് ഇടിക്കുകയും ആ നിർത്തിയിട്ട ബസ് മുന്നോട്ടേക്ക് തെന്നി നീങ്ങുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഒരു യുവതിയും അതുപോലെ തന്നെ അവരുടെ അമ്മയാണെന്ന് തോന്നുന്നു, അവർ രണ്ടുപേരും കൂടി ആ റോഡ് മുറിച്ചു കടക്കുന്നതും ഈ ബസ്സിന്റെ മുന്നിലേക്ക് അകപ്പെടുന്നതും. അങ്ങനെ അവരുടെ കാലിലേക്ക് ഈ ബസ് നിർത്തിയിട്ട ബസ് നീങ്ങി കാലിലേക്ക് കയറുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് അപകടം പറ്റിയിട്ടുള്ളത്. അവരെ കണ്ണൂർ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുന്ന കാഴ്ചയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും ഇത് നിർത്തിയിട്ട ബസ്സിന്റെ പിറകിലേക്ക് ആ ബസ് വന്ന് ഇടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു ടിപ്പർ ലോറി ആ എതിർ ദിശയിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാം. ആ ടിപ്പർ ലോറിയിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഈ ബസ് ഡ്രൈവർ പെട്ടെന്ന് വെട്ടിച്ചതാണ് ഈ അപകടത്തിന് കാരണമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും ഈ അമിത വേഗതയിൽ വാഹനങ്ങൾ ഓടിക്കുന്നത് നമ്മുടെ ഈ മലയോര മേഖലയിൽ ഈ മലയോര ഹൈവേ വന്നതിന് ശേഷം പതിവാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ അപകടങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ മലയോര മേഖലയിൽ നിന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നത്. അപർണ. ശ്രീനി ആലക്കോട് വിവരങ്ങൾ നൽകിയത്. പ്രാൺ പ്രതിഷ്ഠയ്ക്കൊരുങ്ങി അയോധ്യ. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള കലശയാത്ര ക്ഷേത്ര പരിസരത്തെത്തി. ഇന്ന് വിഗ്രഹം ശ്രീകോവിലേക്ക് മാറ്റുന്ന ചടങ്ങ് നടക്കും. 4 ദിവസം ശ്രീകോവിലിൽ പൂജിച്ച ശേഷമാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേർന്നു. രഞ്ജിത്ത്, എന്തെല്ലാം പ്രധാന ചടങ്ങുകളിലേക്കാണ് കടക്കുന്നത് അയോധ്യ? അയോധ്യ ക്ഷേത്രം അത് വലിയ ആഘോഷത്തിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അയോധ്യയിൽ നടക്കുന്ന പൂജാകർമ്മങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. കാരണം ഇന്ന് രാംലല്ലയുടെ രാമപ്രതിഷ്ഠ അത് ശ്രീകോവിലെത്തിച്ച് പൂജിക്കുന്ന ചടങ്ങുകൾക്ക് തുടക്കമായി കഴിഞ്ഞു. എൻ്റെ തൊട്ടുപുറകുള്ള രാമക്ഷേത്രത്തിൽ 4 ദിവസമാണ് ഈ പൂജ ഉണ്ടാവുക. അതിനുശേഷം 22-ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിനുള്ള തയ്യാറെടുപ്പുകളിലും ഒരുക്കങ്ങളിലുമാണ് 121 കർമ്മയോഗികൾ. അവർ ഇതിന്റെ നേതൃത്വം നൽകുന്നുണ്ട്. പ്രായശ്ചിത്ത പൂജയടക്കം നടക്കുന്നു. സരയൂ നദീതീരമൊക്കെ വലിയ ആഘോഷ തിമിർപ്പിലാണ്. നമുക്ക് ലഭിക്കുന്ന പുതിയൊരു വിവരം 21-ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുമെന്നും 21-ന് ക്ഷേത്രം സന്ദർശിച്ച് അന്തിമഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുമെന്നുള്ളതാണ്. 22-ന് സരയൂ നദീതീരത്ത് പ്രത്യേകം തയ്യാറാക്കുന്ന പാതയിലൂടെ 2 കിലോമീറ്റർ നടന്നാണ് പ്രധാനമന്ത്രി ഈ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് എത്തുക. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്രതത്തിലാണ്. അതിനൊപ്പം ഈ പ്രധാനമന്ത്രിക്കൊപ്പം ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഒപ്പം RSS സർവ്വസംഘചാലക് മോഹൻ ഭാഗവത്, ഒപ്പം രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് പ്രസിഡന്റ് എന്നിവർക്ക് മാത്രമാണ് ഈ അമ്പലത്തിനുള്ളിൽ പ്രവേശനം ഉണ്ടാവുക. മറ്റാർക്കും പ്രവേശനമില്ല. നാളെ വരെ മാത്രമാണ് സാധാരണ ആളുകൾക്ക്, ഭക്തജനങ്ങൾക്ക് രാമനെ ദർശിക്കാനുള്ള അവസരമുണ്ടാവുക. 20, 21, 22 തീയതികളിൽ പൂർണ്ണമായും അമ്പലത്തിൽ മറ്റുള്ളവർക്ക് പ്രവേശനം ഉണ്ടാകില്ല. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും എന്നുള്ളതാണ്. 23 മുതൽ പൂർണ്ണമായും ക്ഷേത്രം തുറന്നു കൊടുക്കും ആളുകൾക്കായി. അപ്പോൾ ഇന്നും നാളെയുമായി വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ. കാരണം ഈ തിരക്കിന്റെ കാരണം മറ്റൊന്നുമല്ല,
ഈ ആളുകൾക്ക് 2 ദിവസം കൂടി മാത്രമാണ് പ്രവേശനത്തിനുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ താമസ സൗകര്യങ്ങൾ ഇവിടെ ഒരുങ്ങി വരുന്നു. ഇനിയും നിരവധി താമസ സൗകര്യങ്ങൾ. ഇതോടൊപ്പം തന്നെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജകൾ പുരോഗമിക്കുന്നു. രാംലല്ലയെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചുള്ള ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. പ്രധാനമന്ത്രി 21-ന് അയോധ്യയിലെത്തും. സുരക്ഷയുടെ ചുമതല കേന്ദ്രസേന ഏറ്റെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, ഏത് രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് കൂടിയാണ് അയോധ്യ മാറുന്നത്? പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ടും ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അയോധ്യയുടെ ഓരോ നിരത്തും ഇപ്പോൾ കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ്. കേന്ദ്രസേനയുടെ വലിയൊരു സംഘം അയോധ്യയിലേക്ക് എത്തി. അവർ ഈ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. സംസ്ഥാന പോലീസിനേക്കാൾ കൂടുതൽ ഇപ്പോൾ കേന്ദ്രസേനയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് മുതൽ ശക്തമായ നിയന്ത്രണങ്ങളാണ്. കാരണം റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാഹനങ്ങളൊക്കെ പാസ്സില്ലാത്ത വാഹനങ്ങൾക്കൊന്നും അയോധ്യയുടെ നിരത്തിലൂടെ അത്ര പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും സിറ്റുവേഷൻ. മാധ്യമപ്രവർത്തന വാഹനങ്ങൾക്ക് പോലും കൃത്യമായ പാസ്സില്ലാതെ കടത്തി വിടുന്നില്ല. നമുക്ക് ഈ അയോധ്യയുടെ നിരത്തുകളിലേക്കൊന്ന് പോകാം. ഈ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പ്രാൺപ്രതിഷ്ഠയുടെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. വർണ്ണാഭമായ ഈ കൊടികൾ കൊണ്ടുള്ള ദൃശ്യങ്ങൾ, ഒപ്പം ഈ അയോധ്യയിലെ കച്ചവടക്കാർ, അവരുടെ ഒരു വലിയ സന്തോഷം കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിൽപ്പന നടക്കുന്നത് ഈ രാമക്ഷേത്രത്തിന്റെ ഈ മാതൃകയ്ക്കാണ്. അപർണ, ഇത് വളരെ രസകരമായി തടിയിൽ കൊത്തിയെടുത്ത മാതൃകകളാണ്. ഇതിന്റെ പല വലിപ്പത്തിലുള്ള മാതൃകകൾ വിൽപ്പനയ്ക്കുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ സെയിൽ നടക്കുന്നതും ഈ മാതൃകകൾക്കാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ രസകരമായി നല്ല കൊത്തുപണിയോടുകൂടി തന്നെ ഇത് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിന് പലതരത്തിലുള്ള വിലയിലുള്ള സാധനങ്ങൾ ഇവിടെ വിൽക്കപ്പെടുന്നു. നമുക്ക് ഒരുപാട് ആളുകൾ ഇത് വാങ്ങാനായി എത്തിയിട്ടുണ്ട്. മറ്റൊന്ന് നോക്കുക, ഈ കീ ചെയിൻ, ഇത് രാമന്റെ പടം പതിപ്പിച്ച ശ്രീറാം എന്ന എഴുതിയ കീ ചെയിനിൽ വലിയ വിൽപ്പന ഇവിടെ നടക്കുന്നു. അങ്ങനെ ഓരോ തരത്തിലും അയോധ്യയുടെ നിരത്തുകൾ മാറുകയാണ്. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നു. ഒരുപാട് സന്ദർശകർ ഇവിടെ എത്തി ഈ സാധനങ്ങൾ വാങ്ങാനായുള്ള തിക്കും തിരക്കും ഒക്കെയുണ്ട്. അങ്ങനെ സാധാരണ ഒരു ഷോപ്പായിരുന്ന ഇവിടെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ രാമക്ഷേത്രത്തിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും അവർ ഇതിനപ്പുറം പ്രതീക്ഷിക്കുന്നുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾ ഉയരുമെന്നും ഒരുപാട് സംഭവങ്ങൾ നടക്കും എന്നുമൊക്കെയാണ്. ദീദി, ആപ് കഹാ സേ? हम यही अयोध्या से ही है। क्या खरीदने के लिए आया है? राम मंदिर का वो फोटो का ये रूप। हाँ जी। अच्छा, इसका क्या दाम उसने बताया? 600 रुपये बता रही हैं। खरीदने के लिए जा रहे हैं? हाँ। अच्छा। हम तो कभी भी ले सकते हैं बस, लेकिन अभी 22 जनवरी की तैयारी कर रहे हैं। अपने घर में भी यही अयोध्या के एंड में ही घर है हमारा, तो उसी के लिए तैयारी कर रहे हैं, थोड़ा साज सज्जा की। चौक में घर है हमारा। हाँ, इधर बहुत डेवलपमेंट्स और बहुत डिफरेंस हो रहा है। बहुत ज़्यादा, बिल्कुल अयोध्या की कायाकल्प बिल्कुल बदल गई है। मोदी जी ने बिल्कुल बदल दिया है। बहुत बढ़िया, खुशी है देखने में। बहुत ज़्यादा, बहुत बढ़िया। ഇത് നോക്കുക, പ്രശാന്ത ഇങ്ങോട്ടൊന്നും തോന്നുന്നത് ഇത് നോക്കുക. ഇത് രാമക്ഷേത്രത്തിന്റെ വലിയ രൂപമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ രൂപമാണ് ഇത്. രാം കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പണി പൂർത്തിയായി കഴിഞ്ഞുള്ള രാമക്ഷേത്രം എന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. അതിന്റെ മാതൃക വെച്ചാണ് ഇത്തരത്തിൽ ഏറ്റവും വലിയ രൂപ, ഒരു 4000-5000 രൂപയൊക്കെ വില വരുന്ന ഒരു രൂപമാണിത്. ഇത്തരത്തിലാണ് അയോധ്യയിലെ കാഴ്ചകൾ. ഇങ്ങനെ അയോധ്യയിലെ ഓരോ നിരത്തും വലിയ തിരക്കിൽ അമരുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. आप कहां से है भैया? जी, हम दिल्ली से आए हैं। दिल्ली से आए जी। राके क्या है आपका सोच, क्या है? यहाँ हमने राम घाट पे हमारे स्कूल के बच्चों ने 3.5 घंटे की संपूर्ण रामायण कंप्लीट की है कल। और ये 3 देवियों को आप देख रहे हैं, ये सब स्कूल के बच्चे हैं। कमल मॉडल सीनियर सेकेंडरी स्कूल। जय श्री राम, जय श्री राम, जय श्री राम। हाँ जी, एक गाना गाएंगे। हमारे हम उनकी प्रजा, राम राजा हमारे हम उनकी प्रजा, राम उनकी प्रजा में है, उनकी प्रजा में है मजा ही मजा। राम राजा हमारे हम उनकी प्रजा, राम राजा हमारे हम। चलो चलो रे अयोध्या धाम, चलो चलो रे अयोध्या धाम। वर्षों का वनवास काट कर लौटे हैं श्री राम, चलो चलो रे अयोध्या धाम। अच्छा, बहुत अच्छा हो गया।
അങ്ങനെ ഇതിപ്പോൾ ദില്ലിയിൽ നിന്ന് വന്ന ഒരു കൂട്ടം ആളുകളാണ്. അങ്ങനെ അയോധ്യ ഇവിടെ നിരത്ത് ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ കീഴടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കച്ചവട സ്ഥാപനങ്ങളുടെ വലിയ ആധിക്യമുണ്ട്. അവരൊക്കെ വലിയ സന്തോഷത്തിലുമാണ്. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു. 50,000 ആളുകൾക്ക് മുകളിൽ ഒരു ദിവസം ഇവിടെ സന്ദർശിക്കുന്നു. നമുക്കറിയാം നാളെ കൂടി മാത്രമാണ് അയോധ്യയിലേക്ക് എത്താൻ സാധാരണ ആളുകൾക്ക് അയോധ്യ ക്ഷേത്രത്തിലെത്തുകയും ദർശനം നടത്തുകയും ചെയ്യാൻ സാധാരണ ആളുകൾക്കുള്ള അവസരം 20 മുതൽ 19 കഴിഞ്ഞാൽ 20, 21, 22 ദിവസങ്ങളിൽ സാധാരണക്കാർക്ക് അവിടേക്ക് എത്താനുള്ള അവസരമില്ല എന്നുള്ളതാണ്. അന്ന് വിശിഷ്ട വ്യക്തികൾ മാത്രമായിരിക്കും ഒരുപക്ഷെ അയോധ്യയിൽ എത്തുകയും സന്ദർശനം നടത്തുകയും മറ്റും ചെയ്യുക. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 23 മുതൽ കൂടുതലായി ആളുകൾ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ. ഏതായാലും അങ്ങനെ വലിയൊരു സംഘത്തെ പ്രതീക്ഷിക്കുന്നു. കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കടക്കം ഓരോ ദിവസങ്ങൾ നിർണ്ണയിച്ചു കൊടുത്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കേരളത്തിൽ നിന്നുള്ള വലിയ സംഘം എത്തുന്നത് ഫെബ്രുവരി 22 എന്നാണ്. ഈ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഫെബ്രുവരി 22 ശേഷമാണ് ആ സംഘം എത്തുക എന്ന വിവരങ്ങളും ഈ അയോധ്യയിലെ ആളുകൾ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. വിപുലമായ താമസ സൗകര്യങ്ങൾ ഇവിടെ ഒരുങ്ങി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. अब यही है, प्राण प्रतिष्ठा के लिए लोगों का इंतजार था, वो पूरा हो रहा है। बहुत आदमी आ रहा है जी, बहुत ही आदमी अब आना शुरू हुआ है। 22 के बाद तो और अधिक आएगा। अभी तो थोड़ा सा रोक टोक लगी है क्योंकि पूजा पाठ होना है, उसमें भीड़ ज़्यादा होने से दिक्कतें आ जाएंगी, इसी वजह से रोक टोक किया गया है। हाँ, बस यही सब है। हाँ, और रोज़गार वगैरह भी अब अच्छा होने लगा है। ഒരു ലക്ഷത്തിന് മുകളിൽ ആളുകൾ 23 ശേഷം ഓരോ ദിവസവും വന്നു പോകുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കണക്ക്. നമുക്ക് ഈ അയോധ്യ നിരത്തുകളിൽ തന്നെ തുടരാം. വാർത്തകൾ തുടരും. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഞാനിപ്പോൾ അയോധ്യയുടെ തെരുവുകളിലാണ് ഉള്ളത്. അയോധ്യയുടെ തെരുവുകൾ വല്ലാതെ മാറിയെന്ന് ഇവിടെ നേരത്തെ സന്ദർശിച്ച് മടങ്ങിയവർ നമ്മളോട് പറയുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്തുള്ള ഇവിടുന്ന് 400 മീറ്റർ മാത്രം അകലെയുള്ള രാമക്ഷേത്രത്തിൽ അവിടെ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ തകർപ്പനായി തുടരുകയാണ് എന്നുള്ളതാണ്. ആഘോഷമായി തുടരുകയാണ്. അതായത് ഈ രാംലല്ലയുടെ പ്രതിമ അത് അവിടുത്തെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. 4 ദിവസം ഇതുമായി ബന്ധപ്പെട്ട പൂജകൾ ഉണ്ടാകും. ഈ പൂജകൾക്ക് ശേഷമാണ് യഥാർത്ഥ പൂജയിലേക്ക് പ്രാൺ പ്രതിഷ്ഠയിലേക്ക് കടക്കുക. മറ്റു തലങ്ങളിൽ സരയൂ നദിയുടെ തീരത്തൊക്കെ വലിയ തോതിലുള്ള പൂജാ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം 5 പേർക്ക് മാത്രമാണ് ഈ പ്രാൺ പ്രതിഷ്ഠ ദിനത്തിൽ ശ്രീകോവിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, RSS സർവ്വസംഘചാലക മോഹൻ ഭാഗവത്, ഒപ്പം യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി, മറ്റൊന്ന് രാമക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ് എന്നിവർക്ക് മാത്രമാണ് അവിടെ പ്രവേശിക്കാൻ അനുമതിയുള്ളത്. പൊതുജനങ്ങൾക്ക് 23 മുതലാണ് അനുമതി ഇപ്പോൾ ഇത്തരത്തിൽ നൽകും എന്ന് അറിയിച്ചിട്ടുള്ളത് എന്നുകൂടി കൃത്യമായി നമ്മളെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് 23 മുതൽ മാത്രമാണ് ഇനി പ്രവേശനമുണ്ടാകുക. അതായത് നാളെ കൂടി മാത്രമേ പൊതുജനങ്ങൾക്ക് രാമക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ടാകൂ. ഈ ചുറ്റും കാണുന്ന ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നതൊക്കെ ഇവിടെ ഭജനകൾ, വിവിധ തരത്തിലുള്ള ഭജനകൾ രാമക്ഷേത്രം കേന്ദ്രീകരിച്ച് അതിന്റെ ചുറ്റുപാട് കേന്ദ്രീകരിച്ച് നടക്കുന്നു. അതിലൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നു. അന്നദാനം ഉണ്ടാകും. ഈ കാണുന്ന ദൃശ്യം അവരുടെ ഈ ബസ്സാണ് ഇപ്പോൾ ഏറ്റവും 30ഓളം ഈ ബസ്സുകൾ നഗരത്തിലുണ്ട്. ഈ ബസ്സാണ് ഇപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ നഗരം കീഴടക്കി കഴിഞ്ഞു. അങ്ങനെ ആകപ്പാടെ ഒരു മാറ്റമാണ് അയോധ്യയിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ നൽകിയൊരു പ്രധാനപ്പെട്ട വാർത്ത അത് പാൻ, രാംലല്ലയ്ക്ക് പാൻ വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളതായിരുന്നു. അങ്ങനെ പാൻ നൽകുന്ന ഒരു ഷോപ്പ് ഈ രാമക്ഷേത്രത്തിനടുത്തുണ്ട്. അത് രാമക്ഷേത്രത്തിനും ഈ ഹനുമാൻ കോവിലിനുമൊക്കെ അടുത്തായുള്ള ഒരു ഷോപ്പാണ്. ആ ഷോപ്പിൽ നിന്നുള്ള കാഴ്ചകൾ, ആ ഷോപ്പ് ഉടമയുമായി നമുക്കൊന്ന് സംസാരിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് അയോധ്യയിലെ രാംലല്ലയുടെ സമീപത്ത് നിന്ന് ചില വ്യത്യസ്തമായ കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്കായി പങ്കുവെക്കാം. അതിലൊന്ന്, രാംലല്ല പാൻ കഴിക്കുന്നതിൽ പ്രിയനാണ് എന്നുള്ളതാണ്. രാംലല്ലയ്ക്ക് പതിറ്റാണ്ടുകളായി പാൻ നൽകുന്ന ഒരു ഷോപ്പുണ്ട് ഇവിടെ തൊട്ടടുത്ത്, അമ്പൽ തൊട്ടടുത്ത്. അത് ഇവിടെ നിന്ന് ദിവസേന 40ഓളം പാനുകൾ രാംലല്ലയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. ഈ പ്രാൺ പ്രതിഷ്ഠാ ദിനം 550 പാനുകൾക്കുള്ള ഓർഡർ ഈ ഷോപ്പിൽ ലഭിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാ ദിനത്തിൽ, നേരത്തെയുള്ള ദിനത്തിൽ, ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ദിനത്തിൽ ഏതാണ്ട് 150ഓളം പാനുകൾ നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹമാണ് അതിന്റെ പ്രധാന കക്ഷി. ഭായ്, ആപ്കാ നാം? വിനയ് ചൗരസിയ. വിനയ് ചൗരസിയ ഇവിടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ നടത്തി വന്ന കടയാണ്. ഇപ്പോൾ വിനയ് ചൗരസ് നടത്തുന്നു. അവരുടെ കാലം മുതൽ തന്നെ ഇവിടെ നിന്ന് പാൻ
रामलला അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. इधर से कितना पान जाता है डेली? जो पर डे अभी जा रहा है वो मतलब 40 पान, हाँ स्वीट पान रहता है 40 पान। अदर अभी मतलब 2-3 साल से पहले 25 पान 20 पान ऐसे आता था। अब जब से फैसला आया और जैसे वहाँ की व्यवस्थाएं बदली हैं, अब हम लोग को ऑर्डर जो मिल रहा है 40 पान का। अब इसके बाद जब भूमि प्राण प्रतिष्ठा हो जाएगा, इसके बाद फिर से और इसको बढ़ाया जाएगा। अब कितना बढ़ाते वो ट्रस्ट के ऊपर डिपेंड करता है। अभी इसके साथ और ऑर्डर आएगा। हाँ, अब क्योंकि अब वहाँ पे क्वांटिटी की ज्यादा, क्योंकि ज्यादा भक्त आएंगे। भगवान जब मतलब भोजन करते हैं उसका उनको स्वीट पान चढ़ता है, तो हम लोग काफी समय से लगे हुए हैं, अभी भी चल रहा है। तो डेली जब हमें 12 बजे का टाइमिंग मतलब रहता है, जो 11 से 12 बजे, उससे बीच में हमें पहुंचाना रहता है। तो यहाँ से लगा के या तो घर से लगा के मैं समय से वहाँ पहुंचाना रहता है। तो मीठा पान जाता है, वो गुलकंद रहता है, करौंदा रहता है, मीठी सौंफ रहती है। स्पेशल पान बनाता है उसके लिए? जी स्पेशल पानी रहता है, क्योंकि एक सौंफ हो गया, ग्रीन सौंफ, कोकोनट, ये ग्रीन सौंफ है, मतलब स्वीट सौंफ है, और चेरी है, लौंग है, इलायची है और करौंदा है। इसमें गुलकंद पड़ता है। हाँ, भगवान रामलला 5 वर्ष की अवस्था में है, तो उनको स्वीट पान जो चढ़ता है वो स्वीट रहता है, उसके साथ साथ करौंदा रहता है और गुलकंद की मात्रा उसमें रहती है। लौंग इलायची, सुपारी नहीं रहता है, सुपारी का 1 ही दाना रहता है, ठीक है। और चूने की मात्रा बहुत कम होती है ताकि मुंह न कटे भगवान का, इस वजह से। आपका पिताजी और ग्रैंडफादर सब ये करता था ना? हाँ, मेरे पिताजी पे करते हैं, मेरे पापा दादा जी थे वो भी ये काम करते आए हैं। तो मेरी शॉप पहले राम जन्मभूमि मंदिर के पास ही थी, तो मुझे आने जाने में दिक्कत नहीं होती थी, वहीं से मतलब मैं चला जाता था। अब जो है, अब जब से 1995 में मैं यहाँ पे शिफ्ट हुआ, 92 वहाँ कार सेवा जब हुई थी, तब से यहाँ से डेली रेगुलर जाने लगा वहाँ पे। അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5700 രൂപ, പവന് 45600 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4750, പവന് 38000 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപയും കിലോഗ്രാമിന് 77000 രൂപയും. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്ന ഇടവേളയ്ക്ക് ശേഷം വാർത്തയിൽ നിന്ന് കാണാം എൽദോയ്ക്കൊപ്പം. നമസ്കാരം. ഞാനിപ്പോൾ അയോധ്യയുടെ തെരുവുകളിലാണ് ഉള്ളത്. അയോധ്യയുടെ തെരുവുകൾ വല്ലാതെ മാറിയെന്ന് ഇവിടെ നേരത്തെ സന്ദർശിച്ച് മടങ്ങിയവർ നമ്മളോട് പറയുന്നുണ്ട്. എന്റെ തൊട്ടടുത്തുള്ള ഇവിടുന്ന് 400 മീറ്റർ മാത്രം അകലെയുള്ള രാമക്ഷേത്രത്തിൽ അവിടെ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ തകർപ്പനായി തുടരുകയാണ് എന്നുള്ളതാണ്, ആഘോഷമായി തുടരുകയാണ്. അതായത് ഈ രാംലല്ലയുടെ പ്രതിമ അത് അവിടുത്തെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. 4 ദിവസം ഇതുമായി ബന്ധപ്പെട്ട പൂജകൾ ഉണ്ടാകും. ഈ പൂജകൾക്ക് ശേഷമാണ് യഥാർത്ഥ പൂജയിലേക്ക്, പ്രാൺ പ്രതിഷ്ഠയിലേക്ക് കടക്കുക. മറ്റു തലങ്ങളിൽ സരയൂ നദിയുടെ തീരത്തൊക്കെ വലിയ തോതിലുള്ള പൂജാ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം 5 പേർക്ക് മാത്രമാണ് ഈ പ്രാൺ പ്രതിഷ്ഠ ദിനത്തിൽ ശ്രീകോവിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, RSS സർവ്വസംഘചാലക മോഹൻ ഭാഗവത്, ഒപ്പം യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി, മറ്റൊന്ന് രാമക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ് എന്നിവർക്ക് മാത്രമാണ് അവിടെ പ്രവേശിക്കാൻ അനുമതിയുള്ളത്. പൊതുജനങ്ങൾക്ക് 23 മുതലാണ് അനുമതി ഇപ്പോൾ ഇത്തരത്തിൽ നൽകും എന്ന് അറിയിച്ചിട്ടുള്ളത് എന്നുകൂടി കൃത്യമായി നമ്മളെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് 23 മുതൽ മാത്രമാണ് ഇനി പ്രവേശനമുണ്ടാകുക. അതായത് നാളെ കൂടി മാത്രമേ പൊതുജനങ്ങൾക്ക് രാമക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ടാകൂ. ഈ ചുറ്റും കാണുന്ന ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നതൊക്കെ ഇവിടെ ഭജനകൾ, വിവിധ തരത്തിലുള്ള ഭജനകൾ രാമക്ഷേത്രം കേന്ദ്രീകരിച്ച് അതിന്റെ ചുറ്റുപാട് കേന്ദ്രീകരിച്ച് നടക്കുന്നു. അതിലൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നു. അന്നദാനം ഉണ്ടാകും. ഈ കാണുന്ന ദൃശ്യം അവരുടെ ഈ ബസ്സാണ് ഇപ്പോൾ, ഏറ്റവും 30ഓളം ഈ ബസ്സുകൾ നഗരത്തിലുണ്ട്. ഈ ബസ്സാണ് ഇപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ നഗരം കീഴടക്കി കഴിഞ്ഞു. അങ്ങനെ ആകപ്പാടെ ഒരു മാറ്റമാണ് അയോധ്യയിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ നൽകിയൊരു പ്രധാനപ്പെട്ട വാർത്ത അത് പാൻ, രാംലല്ലയ്ക്ക് പാൻ വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളതായിരുന്നു. അങ്ങനെ പാൻ നൽകുന്ന ഒരു ഷോപ്പ് ഈ രാമക്ഷേത്രത്തിനടുത്തുണ്ട്. അത് രാമക്ഷേത്രത്തിനും ഈ ഹനുമാൻ കോവിലിനുമൊക്കെ അടുത്തായുള്ള ഒരു ഷോപ്പാണ്. ആ ഷോപ്പിൽ നിന്നുള്ള കാഴ്ചകൾ, ആ ഷോപ്പ് ഉടമയുമായി നമുക്കൊന്ന് സംസാരിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക്
രാംലല്ലയുടെ അയോധ്യയിലെ രാംലല്ലയുടെ സമീപത്ത് നിന്ന് ചില വ്യത്യസ്തമായ കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്കായി പങ്കുവെക്കാം. അതിലൊന്ന്, രാംലല്ല പാൻ കഴിക്കുന്നതിൽ പ്രിയനാണ് എന്നുള്ളതാണ്. രാംലല്ലയ്ക്ക് പതിറ്റാണ്ടുകളായി പാൻ നൽകുന്ന ഒരു ഷോപ്പുണ്ട് ഇവിടെ തൊട്ടടുത്ത്, അമ്പൽ തൊട്ടടുത്ത്. അത് ഇവിടെ നിന്ന് ദിവസേന 40ഓളം പാനുകൾ രാംലല്ലയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. ഈ പ്രാൺ പ്രതിഷ്ഠാ ദിനം 550 പാനുകൾക്കുള്ള ഓർഡർ ഈ ഷോപ്പിൽ ലഭിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാ ദിനത്തിൽ, നേരത്തെയുള്ള ദിനത്തിൽ, ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ദിനത്തിൽ ഏതാണ്ട് 150ഓളം പാനുകൾ നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹമാണ് അതിന്റെ പ്രധാന കക്ഷി. ഭായ്, ആപ്കാ നാം? വിനയ് ചൗരസിയ. വിനയ് ചൗരസിയ ഇവിടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ നടത്തി വന്ന കടയാണ്. ഇപ്പോൾ വിനയ് ചൗരസ് നടത്തുന്നു. അവരുടെ കാലം മുതൽ തന്നെ ഇവിടെ നിന്ന് പാൻ രാംലല്ല അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇധർ സെ കിतना പാൻ जाता है डेली? जो पर डे अभी जा रहा है वो मतलब 40 पान, हाँ स्वीट पान रहता है 40 पान. अदर अभी मतलब 2-3 साल से पहले 25 पान 20 पान ऐसे आता था. अब जब से फैसला आया और जैसे वहाँ की व्यवस्थाएं बदली हैं, अब हम लोग को ऑर्डर जो मिल रहा है 40 पान का. अब इसके बाद जब भूमि प्राण प्रतिष्ठा हो जाएगा, इसके बाद फिर से और इसको बढ़ाया जाएगा. अब कितना बढ़ाते वो ट्रस्ट के ऊपर डिपेंड करता है. अभी इसके साथ और ऑर्डर आएगा. हाँ, अब क्योंकि अब वहाँ पे क्वांटिटी की ज्यादा, क्योंकि ज्यादा भक्त आएंगे. भगवान जब मतलब भोजन करते हैं उसका उनको स्वीट पान चढ़ता है. तो हम लोग काफी समय से लगे हुए हैं, अभी भी चल रहा है. तो डेली जब हमें 12 बजे का टाइमिंग मतलब रहता है, जो 11 से 12 बजे, उससे बीच में हमें पहुँचाना रहता है. तो यहाँ से लगा के या तो घर से लगा के मैं समय से वहाँ पहुँचाना रहता है. तो मीठा पान जाता है, वो गुलकंद रहता है, करौंदा रहता है, मीठी सौंफ रहती है. स्पेशल पान बनाता है उसके लिए? जी स्पेशल पानी रहता है. क्योंकि एक सौंफ हो गया, ग्रीन सौंफ, कोकोनट, ये ग्रीन सौंफ है, मतलब स्वीट सौंफ है, और चेरी है, लौंग है, इलायची है और करौंदा है. इसमें गुलकंद पड़ता है. हाँ, भगवान रामलला 5 वर्ष की अवस्था में है, तो उनको स्वीट पान जो चढ़ता है वो स्वीट रहता है. उसके साथ साथ करौंदा रहता है और गुलकंद की मात्रा उसमें रहती है. लौंग, इलायची, सुपारी नहीं रहता है. सुपारी का 1 ही दाना रहता है, ठीक है. और चूने की मात्रा बहुत कम होती है ताकि मुंह न कटे भगवान का, इस वजह से. आपका पिताजी और ग्रैंडफादर सब ये करता था ना? हाँ, मेरे पिताजी पे करते हैं, मेरे पापा दादा जी थे वो भी ये काम करते आए हैं. तो मेरी शॉप पहले राम जन्मभूमि मंदिर के पास ही थी, तो मुझे आने जाने में दिक्कत नहीं होती थी. वहीं से मतलब मैं चला जाता था. अब जो है, अब जब से 1995 में मैं यहाँ पे शिफ्ट हुआ, 92 वहाँ कार सेवा जब हुई थी, तब से यहाँ से डेली रेगुलर जाने लगा वहाँ पे. അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5700 രൂപ, പവന് 45600 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4750, പവന് 38000 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപയും കിലോഗ്രാമിന് 77000 രൂപയും. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്ന ഇടവേളയ്ക്ക് ശേഷം വാർത്തയിൽ നിന്ന് കാണാം എൽദോയ്ക്കൊപ്പം. നമസ്കാരം.